നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. അതൊന്നും പറ്റത്തില്ല. ആ കുഞ്ഞിത്തിരി വെള്ളം കുടിച്ചോട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ആർക്കും കയറി പോകാൻ പറ്റില്ല. വെറുതെ എന്റെ ജോലിയുടെ കളയരുത്. ശ്രീ, നിങ്ങളെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അത് ഞങ്ങള് കാർഡ് എടുത്തില്ല. കാർഡോ? എന്ത് കാർഡ്? മാഡം, ക്ഷണക്കത്തുമായി വരാത്ത ആരെയും കയറ്റിവിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റേജ് ഷോ ഒന്നും അല്ലല്ലോ, കല്യാണല്ലേ. കാർഡ് ഇല്ലാത്തവർക്കും കേറാം, പ്രത്യേകിച്ചും ഇവർക്ക്. നിങ്ങൾ വാ, ആരാ തടയുന്നേന്ന് എനിക്കൊന്ന് കാണണം. വാ ചേച്ചി, മനസ്സിലായോ? താങ്ക്സ് ഋതു. കാർഡ് എടുക്കാത്തതുകൊണ്ട് ഞങ്ങള് കേറാൻ സമ്മതിക്കാറ് ഇവിടെ തടഞ്ഞു വെച്ചിരിക്കായിരുന്നു. 1 മണിക്കൂറായി ഞങ്ങൾ ഇവിടെ. എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വേണ്ട, രാജുവിനെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. സോറി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടായതില്. അതൊന്നും സാരമില്ല മോളെ. വലിയ വലിയ ആളുകളൊക്കെ ആവുമ്പോ ഇങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് പെരുമാറാൻ ശീലിക്കണം ഞങ്ങളെ പോലുള്ള സാധാരണക്കാര്. ചേച്ചി, എനിക്ക് ദാഹിക്കുന്നു. വാ, നിങ്ങൾ വാ. വാ വാ മോളെ വാ. അവൾക്ക് വരാൻ കണ്ടൊരു സമയം. എനിക്ക് വേണ്ട. നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്? കുറച്ചു വൈകി. എന്താ ഇവിടെ എത്തിട്ട് വിളിക്കാതിരുന്നു? അപ്പോഴേക്ക് കുട്ടി വന്നു. നമസ്തേ സാറേ. വരണം. നമസ്കാരം സാർ. എല്ലാവരും എത്തിയിട്ടില്ലേ? ഇന്ന് രാജുവിനെ പ്രതീക്ഷിക്കേ വേണ്ട. ഇവനിന്ന് ഫുൾ ബിസി ആയിരിക്കും. കല്യാണ നടത്തിപ്പിന്റെ ഫുൾ ചാർജും ഇവനാ. ഞങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നേ ഉള്ളൂ. എവിടെ എന്തൊക്കെ നടക്കണം നടക്കണ്ടെന്ന് തീരുമാനിക്കുന്നതേ രാജുവാ. രാജു, നീ അവരെ അങ്ങോട്ട്. ശരി സാർ. എന്നാ ശരി. അവര് കേറിയല്ലോ അമ്മേ. ഇനി അവരുടെ അഹങ്കാരം കൂടി നമ്മൾ കാണേണ്ടി വരും. ഒന്നുമില്ല, അവരുടെ തല കുനിയാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള ദിവസമായി ഇന്ന്. അപ്പൊ അമ്മ വേറെ പ്ലാൻ ഇട്ടിട്ടുണ്ടോ? നിനക്ക് എന്തറിയാ എന്നെ കുറിച്ച്? ക്ഷത്രിയ രക്തമാ ഈ സിരകൾ കൂടി ഒഴുകുന്നത്. എനിക്കറിയാം എന്ത്, എപ്പോ, എങ്ങനെ വേണോന്ന്. നീ കണ്ടോ ഇന്നിവിടെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.